ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനം നാളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. കവി സമ്മേളനം, ഇന്ത്യയിലെ സ്ത്രീവാദ സാഹിത്യം, ആഗോളതലത്തിൽ ഇന്ത്യൻ സാഹിത്യത്തിന്റെ പുതിയ ദിശകൾ എന്നിവയുൾപ്പെടെ വിവിധ പരിപാടികൾക്ക് 2 ദിവസത്തെ സമ്മേളനം വേദിയാകും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ചാണ് രാഷ്ട്രപതി ഭവൻ സാഹിത്യ സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി സിക്കിം, പശ്ചിമബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. 4 സംസ്ഥാനങ്ങളിലായി 70,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗാംഗ്ടോക്കിൽ സിക്കിം രൂപീകരണത്തിന്റെ 50ാം വാർഷികാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാളിൽ അലിപുർദുവാർ, കൂച്ച് ബെഹാർ ജില്ലകളിലെ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിക്ക് തുടക്കം കുറിക്കും. നാളെ വൈകുന്നേരം പട്ന വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പരിഷ്കരിച്ച പലിശ ഇളവ് പദ്ധതി നിലവിലുള്ള 1.5% പലിശ ഇളവ് സഹിതം തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 2025-2026 വിപണന സീസണിൽ 14 ഖാരിഫ് വിളകൾക്കുള്ള മിനിമം താങ്ങുവിലയ്ക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇതിലൂടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ഉറപ്പാക്കാനാകുമെന്ന് ന്യൂഡൽഹിയിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സായുധ സേനകൾക്കിടയിൽ ഏകോപനവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനായി 2023 ഇന്റർ സർവീസസ് ഓർഗനൈസേഷൻസ് ചട്ടം പ്രകാരമുള്ള നിയമങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സായുധ സേനകളുടെ മികച്ച പ്രവർത്തനത്തിന് പുതിയ നിയമങ്ങൾ സഹായകരമാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അച്ചടക്കത്തിനും ഭരണത്തിനും വ്യക്തമായ ഒരു ചട്ടക്കൂട് നൽകുക, ISO മേധാവികളെ ശാക്തീകരിക്കുക, അച്ചടക്ക നടപടികൾ വേഗത്തിലാക്കുക തുടങ്ങിയവയാണ് സെക്ഷൻ 11 പ്രകാരം രൂപപ്പെടുത്തിയ നിയമങ്ങളിൽ ചിലത്. വായനശാലകൾ സാമൂഹിക പുരോഗതിയുടെ കേന്ദ്രങ്ങളാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരഞ്ഞെടുക്കപ്പെട്ട 3000 വായനശാലകളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിനും കൈമാറുന്നതിനും മാത്രമുള്ള ഇടങ്ങളായി മാത്രമല്ല, അനൌപചാരിക സർവകലാശാലകളായി വായനാശാലകളെ കാണണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്ത വികസന പദ്ധതികൾക്കായി 982 കോടി രൂപ അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ വനം വന്യജീവി വകുപ്പിനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി. കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിനുള്ള സർക്കാർ ഉത്തരവുകളുടെ കാലാവധി 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് വ്യാപകമായി തുടരുന്ന മഴയിലും കാറ്റിലും വൈദ്യുതി വിതരണ സംവിധാനത്തിന് 60 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി KSEB. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിലേക്കുമുള്ള രാത്രിയാത്രയ്ക്കും കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരത്തിനും ജൂൺ 1 വരെ നിരോധനം ഏർപ്പെടുത്തി. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിൽ മഴ തുടരുന്നതിനാൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയും ഗ്യാപ് റോഡ് വഴിയുമുള്ള ഗതാഗതം ഈ മാസം 30 വരെ നിരോധിച്ചു. ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയുമെന്ന് KSEB. പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 3 പൈസയും 2 മാസം കൂടുമ്പോൾ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 1 പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കും. ഇക്കഴിഞ്ഞ ഏപ്രിലിലും ദ്വൈമാസ ബില്ലുകളിലെ ഇന്ധന സർചാർജിൽ കുറവ് വരുത്തിയിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കാനായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് സമൂഹ നടത്തം സംഘടിപ്പിക്കും. രാവിലെ 6 മണിക്ക് മ്യൂസിയത്തിൽ നിന്ന് ആരംഭിച്ച് മാനവീയം വീഥിയിൽ പരിപാടി സമാപിക്കും. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൌത്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട 2 ഇന്ത്യൻ സമാധാന സേനാംഗങ്ങളെ ആദരിക്കാനൊരുങ്ങി UN. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമാധാന സേനാ ദിനത്തോടനുബന്ധിച്ച് നാളെ നടക്കുന്ന ചടങ്ങിൽ ബ്രിഗേഡിയർ ജനറൽ അമിതാഭ് ഝാ, ഹവിൽദാർ സഞ്ജയ് സിംഗ് എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി ഡാഗ് ഹാമർഷോൾഡ് മെഡൽ നൽകി ആദരിക്കും. UN സമാധാന സേനയിലേക്ക് സൈനിക ഉദ്യോഗസ്ഥരെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളിൽ 4ാമതാണ് ഇന്ത്യ. കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനൊരുങ്ങി ജർമ്മനി. ഇത് ലക്ഷ്യമിട്ടുള്ള 2 കരട് ബില്ലുകൾക്ക് ജർമ്മൻ മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.